ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻ. അപ്പൊ നിയോ ഹോം ട്യൂഷന്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ക്ലാസ് 8 ബയോളജിയുടെ സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, എന്റെ ആൻസർ കണ്ടുപിടിച്ചോ? എന്ത് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചേ? വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ലേക്ക് ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചത്. എന്റെ ആൻസർ ശരിക്കാണ് കേട്ടോ. ആ, കുറെ പേര് കറക്റ്റ് ഉത്തരം തന്നായിരുന്നു. അപ്പം നമ്മുടെ ലൈവ് സെക്ഷൻ 8 മണി തൊട്ട് നടക്കണ്ട്. ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും ലിങ്കിൽ കയറുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താ സെൽ എന്ന് പറഞ്ഞ? സെൽ എന്നാ? കുറെ സെൽ ഉണ്ടല്ലേ. ബാക്ടീരിയൽ നമ്മൾ സെൽ എന്ന് വിളിക്കും. നീ ഒരാളെ സെല്ലിലിട്ടു എന്ന് പറയും, നമ്മള് ജയിലിലിരുന്നതിന് സെൽ എന്ന് പറയും. പിന്നെന്താ? ബയോളജിയിൽ സെൽ ഉണ്ടല്ലേ. നമ്മൾ പഠിക്കുന്ന ബയോളജിയിലെ സെൽ എന്താ? സെൽ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം തന്നെ എന്താ? സ്മോൾ റൂം എന്നുള്ളൊരു അർത്ഥം. ഈ സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ബോഡി ഉണ്ടാക്കിയിരിക്കണേ ഒരു ചെറിയ ഒരു ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ട്. അതിന് നമ്മൾ എന്തെന്ന് പറയണേ? നമ്മളെ സെൽ എന്ന് പറയും. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് നമ്മുടെ ബോഡിയിൽ. അതിനെ നമ്മൾ എന്ത് പറയാ? സെൽ എന്ന് പറയും. ലിവിങ് ഓർഗാനിസിന്റെ ബോഡിയിലെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബയോളജിക്കൽ യൂണിറ്റ് ആണ് ഒരു സെല്ല്. അപ്പം എ സെൽ ഈസ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. They can replicate independently and cells are often called the building block of life. എങ്ങനെയാ ഒരു സെല്ല് എങ്ങനെ ഇരിക്കണേ? നമ്മൾ സാധാരണ ബുക്കിൽ കാണുമ്പോൾ സെല്ല് ഇങ്ങനെ എന്തോ ഒരു പരത്തി വെച്ചേക്കണ ഒരു സാധനം, അങ്ങനെയാണ് സെല്ല് ഇരിക്കണേ. സെല്ല് ഒരു ബോള് പോലെയാണ് ഇരിക്കണേ. ബുക്കിൽ നമ്മൾ എങ്ങനെയാ ആ സെല്ല് കട്ട് ചെയ്തിട്ട് ആ സെല്ലിന്റെ ഉള്ളിലുള്ള പോർഷൻ ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് കേട്ടോ. സെല്ല് എങ്ങനെയാ? റൗണ്ട് ആണ്. റൗണ്ട് ആയിട്ടാണ് നമ്മൾ സെല്ല് ഇരിക്കുന്നത് അല്ലെ. നമ്മുടെ ബോഡി മൊത്തം സെല്ലാണ്. നമ്മളിങ്ങനെ പരത്തിയാണ് ഇരിക്കണേ, ഫ്ലാറ്റൻഡ് ആയിട്ട്. നമുക്കൊരു 3 ഡയമെൻഷൻ ഷേപ്പ് ഇല്ലേ? നമ്മുടെ സെല്ലൊക്കെ എങ്ങനെയാ? 3D ആണ്. ഒരു സ്പെറിക്കൽ ഷേപ്പാണ്. ഓക്കെ. അപ്പൊ ഇത് സെല്ലിന്റെ സ്ട്രക്ചറെ കാണിച്ചേക്കണം. ഈ ഓരോ ഓർഗനൽസിനും ഒത്തിരി ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ സെൽ എന്താന്ന് മനസ്സിലായോ? ആ, നമ്മളെല്ലാരും ലൈഫ് എവിടുന്ന് തുടങ്ങിയേ? ഒരു സിംഗിൾ സെല്ലിൽ നിന്നല്ലേ. ആ സിംഗിൾ സെൽ ഏതാ? സൈഗോട്ട്. അപ്പൊ സൈഗോട്ടിൽ നിന്നാണ് നമ്മൾ എല്ലാവരും നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗിൾ സെൽ. റോബോട്ട് ഹുക്ക് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഉണ്ട്. റോബോട്ട് ഹുക്ക്. ഈ സെല്ലെന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ റോബോട്ട് ഹുക്കിനെ അറിയാണ്ട് നമുക്ക് സെല്ല് പഠിക്കാൻ പറ്റില്ല കുട്ടികളെ. നമുക്ക് സെല്ല് പഠിക്കണമെങ്കിൽ റോബോട്ട് ഹുക്കിനെ അറിയണം. അപ്പൊ റോബോട്ട് ഹുക്ക് സോ ഹണികോം ലൈക്ക് സ്ട്രക്ചർ വെൻ ഒബ്സർവ് ദ തിൻ സ്ലൈസ് ഓഫ് കോർക്ക് അണ്ടർ എ മൈക്രോസ്കോപ്പ്. അദ്ദേഹം ഒരു മരത്തിന്റെ കോർക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു? അതിങ്ങനെ മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അതിനകത്ത് എന്തോ ഹണികോം പോലത്തെ ഒരു സ്ട്രക്ചർ അയാൾ കണ്ടു. അപ്പൊ ഹി നോട്ടീസ് ദാറ്റ് ഈച്ച് ബോക്സ് വാസ് സെപ്പറേറ്റഡ് ഫ്രം അതർ ബൈ എ വാൾ. അപ്പൊ അയാൾ എന്ന് നോക്കിയപ്പോ എന്താ? ഓരോ കുഞ്ഞു കുഞ്ഞു ബോക്സുകളും അടുത്ത ബോക്സിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഹി വാസ് ദ വൺ ടു നെയിം ഈച്ച് ഓഫ് ദിസ് ബോക്സസ് സെൽ. ഓരോ ബോക്സിനെയും സെൽ എന്ന് ആദ്യമായിട്ട് വിളിച്ചത് ആരാ? ഈ റോബോട്ട് ഹുക്കാണ്. മനസ്സിലായോ? ഈ കോർക്ക് എന്ന് പറയുന്നത് ഒരു ട്രീയുടെ ബാർക്കിന്റെ ഒരു പാർട്ടായിട്ടോ കോർക്ക്. അപ്പൊ അതിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. The scientists could study cells of living organism only when improved microscope with high magnification were invented 150 years after the Cook first discovery of the cell. അതായത് നമ്മുടെ റോബോട്ട് ഹുക്ക് സെല്ല് ഡിസ്കവർ ചെയ്തതിനു ശേഷം 150 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്താ ഈ മൈക്രോസ്കോപ്പ് ഒക്കെ വന്നതും. മൈക്രോസ്കോപ്പ് വെച്ച ആളുകൾ ലിവിങ് സെൽസിനെയൊക്കെ ഇങ്ങനെ മാഗ്നിഫൈ ചെയ്ത് കാണാനൊക്കെ ആളുകൾക്ക് പറ്റിയത്. അപ്പൊ അത്രയോ നാൾ മുന്നേ തന്നെ ആര് കണ്ടു? ഈ റോബോട്ട് ഹുക്ക് കണ്ടു. പിന്നീട് 1830 ജർമ്മനിയിലെ സയന്റിസ്റ്റായ ഷ്വീഡനും ഷ്വാനും അവരാണ് ആദ്യമായിട്ട് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവരുടെ പേര് ഷ്വീഡൻ ഷ്വാൻ. സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. അവരെന്നാ പറഞ്ഞേ? എല്ലാ ജീവനുള്ള ഓർഗാനിസത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാ? സെല്ല് വെച്ചിട്ടാ. ഈ സെല്ലാണ് ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് അവർ പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ സെല്ലും ഉണ്ടാവേണ്ട ഇവിടെ എന്നാ? പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലിന് ഒരു സെല്ല്, ആ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെൽ ഉണ്ടാവും. അതിൽ പിന്നെയും ഡിവൈഡ് ചെയ്ത് 2 സെല്ല് 4 സെല്ലായി മാറും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ഒരു പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നാണ് പുതിയൊരു സെല്ല് ഉണ്ടാവുള്ളൂ. എങ്ങനെ? സെൽ ഡിവിഷൻ വഴി. ഇത് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ഞാനാണ് പറഞ്ഞേ. ഇപ്പൊ ഞാൻ പറഞ്ഞു. അത് ആരാ ശരിക്കും പറഞ്ഞേ? ഷ്വീഡനും ഷ്വാനും സെൽ തിയറിയിൽ പറഞ്ഞു. ഒരു പടം കാണിച്ചിട്ടില്ലേ? അത് കണ്ടിട്ട് എന്നാ തോന്നണേ? ഒരു എഗ്ഗ് അല്ലെ. ഈ എഗ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താ? സെല്ലിന് നമുക്ക് എങ്ങനെ കാണണേന്ന് നമ്മൾ പറഞ്ഞേ? മൈക്രോസ്കോപ്പ് വഴിയാ കാണണേന്ന് പറഞ്ഞു. ഇതും ഒരു സെല്ല. അതായത് ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു എഗ്ഗാ. എഗ്ഗും ഒരു സെല്ല. പക്ഷെ നമുക്ക് നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റണ സെല്ലാണ് ഈ കാണിച്ചേക്കണേ.
ഒരു ഹെന്നിന്റെ എഗ് ആയി കാണിച്ചേക്കാം. അത് ഒരു സെല്ലാട്ടോ. നോക്കിക്കേ, നമ്മളിപ്പോ ഒരു വലിയ മരം എടുക്കുക അല്ലെങ്കിൽ ഒരു വലിയ അനിമലിനെ എടുക്കുക, അവരുടെ ബോഡിയിൽ ബില്യൺ അല്ലെങ്കിൽ ട്രില്യൺ സെൽസ് ഉണ്ട്. ഒത്തിരി സെൽസ് ഉണ്ട് അവരുടെ ബോഡിയിൽ. ഒരു ഹ്യൂമൻ ബോഡി എടുക്കുവാണെങ്കിൽ അത് ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. പല ഫങ്ഷനും പല സൈസും ഒക്കെ ഉള്ള ഒത്തിരി മില്യൺസ് ഓഫ് എന്തുണ്ട്, സെൽസ് ഉണ്ട്. അപ്പൊ സയന്റിസ്റ്റ് ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചത് എന്ത് വെച്ചിട്ടാ? മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് അവർ പഠിച്ചത്. അതേപോലെ അവര് ഈ സെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റെയിൻ ഒക്കെ ഉപയോഗിച്ചിരുന്നു, ഡൈ ഒക്കെ ഉപയോഗിച്ചിരുന്നു. സെല്ല് നമ്മൾ ഈ ഒണിയനൊക്കെ എടുത്തിട്ട് ഡൈ യൂസ് ചെയ്തിട്ടൊക്കെ അതിലെ സെല്ലിനെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് പഠിക്കാം, നമ്മൾ ഇതിനകത്ത് പറയും ഈ ഓർഗാനിസത്തിന് അവർക്ക് എത്ര സെല്ലുണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ. ഇപ്പൊ ഒരു സെല്ലാണോ അത് ഒന്നിൽ കൂടുതൽ സെല്ലാണോ, അപ്പൊ എത്ര നമ്പർ സെൽസ് ഉണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ ഓർഗാനിസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചില ഓർഗാനിസത്തിന്റെ ബോഡിയിൽ എങ്ങനെയാ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ അവരെ യൂണിസെല്ലാർ ഓർഗാനിസം എന്ന് പറയും. നമ്മുടെ അമീബ, പാരമീഷ്യം അവരൊക്കെ ഇല്ലേ, അതൊക്കെ യൂണിസെല്ല്. നമ്മൾ മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോർ ചാപ്റ്ററിൽ അമീബനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ഒക്കെ മറന്നുപോയോ? ചാപ്റ്റർ പഠിച്ചിട്ട് മറന്നോ ഇതൊക്കെ? അപ്പൊ അമീബ എങ്ങനെയാ? യൂണിസെല്ലുലാർ, ഒറ്റ സെല്ലുള്ള സിംഗിൾ സെല്ലാണ് എന്ത് ചെയ്യണേ, അവരുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസും നടത്തണത്. ഇനി മൾട്ടി സെല്ലർ ഓർഗാനിസം എന്താ? അവരുടെ ബോഡിയിൽ ഒത്തിരി സെൽസ് ഉണ്ടാവും, കുറേ സെൽസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ മാംഗോ ട്രീ, ഫ്രോഗ്, നമ്മൾ ഹ്യൂമൻ ബീങ്സ്, നമ്മളൊക്കെ എടുക്കുവാണെങ്കിൽ എങ്ങനെയാ, നമ്മുടെ ബോഡിയിൽ എങ്ങനെയാ, കുറേ സെൽസ് ഉണ്ട്. ഓക്കെ. മൾട്ടി സെല്ലർ ഓർഗാനിസം ആണെങ്കിലും അവര് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നായിരിക്കും? ഒരു സിംഗിൾ സെല്ലിൽ നിന്നായിരിക്കും, സൈഗോട്ട് അല്ലെ. ആ സിംഗിൾ സെല്ലിൽ പിന്നെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ബില്യൺ സെൽസ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? ഓ, ആ സിംഗിൾ സെല്ല് എന്നാ പറയണേ, സൈഗോട്ട് എന്ന് പറഞ്ഞ ഫെർട്ടിലൈസ് ചെയ്ത എഗ്, അതായത് സൈഗോട്ട്, ആദ്യത്തെ സെല്ല്, അതാണ് സൈഗോട്ട്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ആ സിംഗിൾ സൈഗോട്ട്, അതായത് സിംഗിൾ സെൽഡ് ഓർഗാനിസം ഇല്ലേ, ഒറ്റ സെല്ലുള്ള ഓർഗാനിസം, അവരാണ് സിംഗിൾ സെല്ലായിരിക്കും അവരുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസും എന്താ ചെയ്യണേ. അവരുടെ ഇഞ്ചക്ഷൻ, ഡൈജഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, റിപ്രൊഡക്ഷൻ, ഗ്രോത്ത് ഒക്കെ ആ സിംഗിൾ സെല്ലായിരിക്കും. ഈ മൾട്ടി സെൽ ഓർഗാനിസം ആണെങ്കിലോ നമുക്ക് എന്താ, സെല്ല് തന്നെയാണ് ഇതെല്ലാം പെർഫോം ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഈ എല്ലാ ഫങ്ഷൻസ് നിർവഹിക്കുന്ന സെല്ല് വേണം. പിന്നെ നമുക്ക് എങ്ങനെയായിരിക്കും ഓർഗൻ സിസ്റ്റം, ഇങ്ങനെയൊക്കെ പല ഡിവിഷൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ മൾട്ടി സെല്ലർ ഓർഗാനിസം ആകുമ്പോൾ. കാരണം സെല്ല് എന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരു പ്രത്യേക ഫങ്ഷൻസ്, സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് ഉള്ള സെൽസ് എല്ലാം കൂടി ചേർന്നിട്ട് എന്ത് ടിഷ്യൂ ഉണ്ടാവും, അവരെല്ലാവരും കൂടി ചേർന്ന ഓർഗൻ ഉണ്ടാവും. പിന്നെ കുറെ ഓർഗൻസ് കൂടി ചേർന്ന ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ഓർഗാനിസം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചേഞ്ചസ് നടക്കും. ആർക്ക്? മൾട്ടി സെല്ലർ ഓർഗാനിസം ആവുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ സിംഗിൾ സെല്ലർ ഓർഗാനിസം ആയിട്ടുള്ള അമീബയിലോ ഒറ്റ സെല്ലുള്ളൂ. അതോ അമീബയ്ക്ക് എന്തെങ്കിലും ഷേപ്പ് ഉണ്ടാവും? എന്നാൽ ഉരുണ്ടാണ് അമീബ ഇരിക്കണേ? അല്ല, അമീബയ്ക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല അല്ലെ. ഒരു ഷേപ്പ് ഇല്ലാത്ത ഓർഗാനിസം ആണ് അമീബ. ഈ അമീബയുടെ ബോഡിയിൽ കുറെ എന്തുണ്ട്, സ്യൂഡോപോഡി ഉണ്ട്. അവര് ഫുഡ് ക്യാപ്ചർ ചെയ്യൊക്കെ ചെയ്യേണ്ടി സ്യൂഡോപോഡി വെച്ചല്ലേ. ഇപ്പൊ സ്യൂഡോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സ്യൂഡോ സയൻസ് എന്ന് കേട്ടിട്ടില്ലേ? സ്യൂഡോപോഡിയ, ഫോൾസ്, ഫോൾസ് എന്നുള്ള അർത്ഥം. സ്യൂഡോപോഡിയ എന്താ? ഫോൾസ് എന്ന അർത്ഥം. അല്ല, സ്യൂഡോപോഡിയ ഫോൾസ് എന്നല്ല, സ്യൂഡോയുടെ അർത്ഥം ഫോൾസ് എന്നും പോഡിയ എന്ന് പറഞ്ഞാൽ എന്താ, ഫീറ്റ് എന്നും. ഫാൾസ് ഫീറ്റ് എന്നുള്ള ഒരു അർത്ഥമാണ് സ്യൂഡോപോഡിയക്ക് വരണത്. ഓക്കെ. അപ്പം ഈ സ്യൂഡോപോഡിയ വെച്ചിട്ട് ഒരു ഫുഡ് ക്യാപ്ചറിങ്ങും എല്ലാം നടക്കണം. ഇനി നമ്മൾ നമ്മുടെ ബോഡിനെ ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, എന്തൊക്കെ മിറാക്കിൾ അല്ലെ. ഒരു ഹ്യൂമൻ ബോഡിയിലല്ല, അനിമലിന്റെ ബോഡി ആയാലും ചിന്തിച്ചു നോക്കിക്കേ, എന്തൊക്കെ ദൂര സെൽസാ, എന്തൊക്കെ ഷേപ്പ്, എന്തൊക്കെ ഫങ്ഷൻസാ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൂര സെൽസ്. നമുക്ക് WBC ഉണ്ട്, അതുപോലെ നമുക്ക് എന്ത് സെൽസ് ഉണ്ട്, RBC ഉണ്ട്, WBC ഉണ്ട്, മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ സെൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ് ഉണ്ട്, എന്തൊക്കെ റൗണ്ട് ഷേപ്പ് ഉള്ളത്, സ്പെറിക്കൽ ഷേപ്പ് ഉള്ളത്, നീളം ഉള്ളത്, എന്തൊക്കെ ടൈപ്പ് സെൽസാ, എന്തൊക്കെ ഫങ്ഷൻസ് ഉള്ളത്, സ്പിൻഡിൽ ഷേപ്പ് ഉള്ളത്, എന്തോരം സെൽസാ. ഇപ്പൊ നമ്മളൊന്ന് ഓർത്തിക്കുക, നമ്മളുണ്ടല്ലോ ഒരു തീ എത്തിച്ചു വെച്ചേക്കാന്ന് വിചാരിക്കുക, ഒരു മെഴുതിരി വെച്ച് വെച്ചേക്കാം. നമ്മൾ അറിയാൻ പാടില്ല, ജസ്റ്റ് ടച്ച് ചെയ്തു, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, കൈ വലിക്കും. എത്ര പെട്ടെന്ന് കൈ വലിക്കണേ? എന്തുകൊണ്ടാ നമ്മൾ അങ്ങനെ ചെയ്യണേ? പെട്ടെന്ന് നമ്മുടെ കൈയുടെ അവിടുന്ന് അവിടുന്ന് മെസ്സേജ് കിട്ടി അല്ലെ. അവിടുന്ന് എന്ത് ചെയ്തു, സെൻസറി ന്യൂറോൺസ് മെസ്സേജിന് ബ്രെയിനിൽ കൊണ്ടുവന്നു. ബ്രെയിൻ പെട്ടെന്ന് തന്നെ കൈ വലിക്കാനുള്ള സിഗ്നൽ നമുക്ക് തിരിച്ച് ഇവിടെ എന്താ, മോട്ടോർ നെർവ് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു അല്ലെ. അപ്പോഴത്തേക്ക് നമ്മൾ കൈ പെട്ടെന്ന് വലിക്കും. നമ്മുടെ മസിൽസിൽ സിഗ്നൽ കൊടുത്തു കൈ വലിക്കാന്ന് പറഞ്ഞ്, നമ്മൾ കൈ പെട്ടെന്ന് വലിച്ചു. എന്താ അല്ലെ, നമ്മുടെ ദൂരം ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിൽ ഇരിക്കണേ.
എന്ത് ഫാസ്റ്റ് ആയിട്ട് ഇവരുടെ ഫംഗ്ഷൻ നടക്കണേ. നമ്മൾ ഒരേ കാര്യങ്ങൾ കാണുന്നില്ലേ? ഒരേ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ കുറെ നേരം കഴിഞ്ഞിട്ടാണോ കാണണേ? എത്ര പെട്ടെന്ന് കാണണേ? ഒരാളൊരു കാര്യം പറഞ്ഞിട്ട് എത്ര ഫാസ്റ്റ് ആയിട്ട് കേൾക്കണേ? ഇതൊക്കെ ന്യൂറോൺസിന്റെ കളിയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ബോഡിയിൽ പല ടൈപ്പ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? കണ്ടോ? നമ്മുടെ സ്മൂത്ത് മസിൽ കണ്ടോ? സ്മൂത്ത് മസിൽ എവിടെ ഇരിക്കണേ? നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലുള്ളതാണ് സ്മൂത്ത് മസിൽ. നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ മസിൽസ് പഠിക്കുമ്പോൾ 3 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചിട്ടില്ലേ? സ്ട്രയേറ്റഡ് ഉണ്ട്, സ്മൂത്ത് മസിൽ ഉണ്ട്, കാർഡിയാക് മസിൽ ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ടില്ലേ? കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ എവിടെയുള്ളത്. സ്മൂത്ത് മസിൽ എവിടെയാ? ഇന്റേണൽ ഓർഗനിലുള്ളത്. വോളണ്ടറി മൂവ്മെന്റ്സ് ആയിരിക്കും അവർ ചെയ്യണത്, നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റ്സ്. പിന്നെ ബ്ലഡ് സെൽസ് കണ്ടോ? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. പിന്നെ നെർവ് സെൽസ് നോക്കിക്കേ, പ്രത്യേക ഷേപ്പല്ലേ നോക്കിക്കേ, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഓവത്തിന്റെ ഷേപ്പ് നോക്കി. സ്പേം നോക്കി, അതൊരു സെല്ലല്ലേ? ബോൺ സെല്ല് നോക്ക്, ഫാറ്റ് സെല്ല് നോക്ക്, എന്തോ ഒരു ഷേപ്പാ അല്ലെ? ഇങ്ങനെ ഒത്തിരി ഷേപ്പുള്ള സെല്ലുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? എന്താ പഠിച്ചേ? സെല്ലിനെ പറ്റി പഠിച്ചു. സെല്ലിനെ പറ്റി എന്നാ പഠിച്ചേ? റോബോട്ട് ഹുക്ക് ആദ്യ സെല്ലിനെ കണ്ടു. ബാർക്ക്, കോക്കിലാണ് ആദ്യമായിട്ട്, അത് ബാർക്ക് ഓഫ് എ ട്രീ, അതിനകത്തൊരു ട്രീയുടെ ബാർക്ക്, അതിന്റെ ഒരു പോർഷനാണ് ഈ കോക്ക് എന്ന് പറയുന്നത്. അതിനകത്താണ് അദ്ദേഹം ആദ്യമായിട്ട് സെല്ലിനെ കണ്ടുപിടിച്ചത്. പിന്നീട് 150 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് മൈക്രോസ്കോപ്പ് ഒക്കെ കണ്ടുപിടിച്ചു. പിന്നെ എന്താ, സ്റ്റുഡന്റ് ഷെവാന സെൽ തിയറി കണ്ടുപിടിച്ചു. നമ്മളിപ്പോ കാണുന്ന ഓസ്ട്രിച്ചിന്റെ ഒക്കെ ആയിട്ട് ഏറ്റവും വലിയ സെൽ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ എഗ് എന്ന് പറഞ്ഞൊരു സെല്ല അല്ലെ? പിന്നെ മൾട്ടി സെല്ലർ ഓർഗാനിസം ഉണ്ട്, യൂണിസെല്ലർ ഓർഗാനിസം ഉണ്ടെന്ന് പറഞ്ഞു. എക്സാമ്പിളുകൾ പറഞ്ഞു. അമീബയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെന്താ, ഡിഫറെന്റ് ഷേപ്പ് ഉള്ള സെൽസിന്റെ കാര്യം പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചേ. എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് ഇതെല്ലാം പഠിച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിച്ച് ഈസ് ദ റെഡ് പ്ലാനറ്റ് ഇൻ സോളാർ സിസ്റ്റം? നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ കുറെ പ്ലാനറ്റ് ഉണ്ടല്ലേ? ഈ റെഡ് പ്ലാനറ്റ് ഏതാ? ഉത്തരം കണ്ടുപിടിക്കട്ടോ. കമന്റ് ബോക്സിൽ ഇറണേ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ആൻസർ പറയാം. അപ്പൊ നമ്മൾ ലൈവ് സെക്ഷൻ 8 മണി തൊട്ടുണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും പഠിക്കുക. നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് വീഡിയോസ് ഒക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എക്സാം വരുവാണ്, അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ.